ഹലോ അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ വെള്ളപ്പോളയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഉഴുന്നിൻ്റെ അളവും കൂടാതെ ശ്രദ്ധിക്കുക. 1/4 കപ്പ് മാത്രം എടുക്കാം. ഇനി നമുക്കിതുപോലത്തെ മണ്ണിൻ്റെ കലം എടുക്കാം. അപ്പോൾ മൺകലത്തിലേക്ക് 1 കപ്പ് തേങ്ങയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 2 തേങ്ങയുടെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 പപ്പടം കൂടിയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മണിക്കൂറൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരിയൊക്കെ നല്ലപോലെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങയുടെ വെള്ളം കൂടി നല്ലപോലെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ടേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് പകുതി അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ പകുതി തേങ്ങയുടെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പപ്പടത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കലത്തിലേക്ക് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കലമില്ലാത്തവർക്ക് സാധാരണ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചും ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ട് ഒരു തുണി കൊണ്ടൊന്ന് കെട്ടിയിട്ട് ഒരു 5-6 മണിക്കൂറൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാൻ പാടില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇതുപോലെ ഓരോ കയ്യിലായിട്ട് എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം ആദ്യം നെയ്യ് തടവിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ മേലത്തെ പത മാത്രം കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവി പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് കുക്കായി കിട്ടിക്കോളും. ഇത് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് വിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാപ്പാലും പഴവും വെച്ചിട്ടുള്ള ഒരു സ്റ്റൂ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൂവൻ പഴമാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം.
നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ മുക്കിയിട്ടാണ് പോള കഴിക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോളയും അതുപോലെ ഈ ഒരു സ്റ്റൂവും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.